ഹലോ. ദി ഹാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം, മലനിരകളും പിന്നെ മഞ്ഞ് മൂടിയതും അങ്ങനെയുള്ള ഒരു ചെറിയ ഫോറസ്റ്റും ഈ മഞ്ഞിൻ്റെ ഒക്കെ ഇടയിൽ, മലനിരകളുടെ ഇടയിൽ ഒരു ചെറിയ കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു. ഒരമ്മ, ഒരു അച്ഛൻ, ഒരു ചെറിയ പെൺകുട്ടി എന്നുള്ള രീതിയിൽ. അപ്പോൾ അച്ഛൻ ഒരു സ്കൂളിൻ്റെ വാച്ച്മാനാണ്, അമ്മ അംഗനവാടി ടീച്ചറാണ്. കുഞ്ഞ് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇംഗ്ലീഷാണ് അവൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. അങ്ങനെ അവൾ വളർന്ന് കൂടുതലും ഇംഗ്ലീഷിനോട് താല്പര്യപ്പെട്ടു. പുറത്തേക്ക് പോകണം, ഒരുപാട് പഠിക്കണം, കൾച്ചേഴ്സ്, അങ്ങനെയുള്ള ഒരു വലിയൊരു ഡ്രീം ആയിട്ട് വന്ന കുട്ടിയായിരുന്നു. പഠിക്കുന്ന സമയത്ത് അവൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് എടുത്തു. ഡെറാഡൂണിൽ ശ്രീറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് സംതിങ് അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അവൾ പഠിച്ചത്. അതിനുശേഷം അതൊരു കോവിഡ് സമയമായതുകൊണ്ട് അവളുടെ അച്ഛന് ജോലി നഷ്ടപ്പെട്ടു. ഇതിലാണെങ്കിൽ ഫീസ് 35,000 രൂപ വരുന്നതുകൊണ്ട് അവൾക്ക് ഈ ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുട്ടി കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു. ടെമ്പററി ആയിട്ടൊരു ജോലി വേണമെന്ന് പറഞ്ഞിട്ട് ഋഷികേശിലെ ഒരു റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. ത്രൂ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്തത്. അവളുടെ റെസ്യൂം എടുത്തു, അക്സെപ്റ്റ് ചെയ്തു, ജോലിക്ക് കയറി. ഓൾ ഗോയിങ് ഗുഡ്. സ്റ്റേ ചെയ്യാനുള്ള ഈ അക്കോമഡേഷൻ, സ്റ്റാഫ് അക്കോമഡേഷൻ, ഫുഡ് ഒക്കെ അവരെന്നെ കൊടുത്തത്. റിസോർട്ടിൻ്റെ പേര് വൻതാര റിസോർട്ട് എന്നാണ്. അതെ, ഒരുപാട് കേട്ടിട്ടുണ്ടാവും വൻതാര റിസോർട്ട്. 2022 വൻതാര റിസോർട്ടിലെ ഒരു കുട്ടി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയാണ് അൻകിത ബന്ധാര. അറ്റ് ഫസ്റ്റ് എവറിത്തിങ് സീംസ് നോർമൽ. ഈ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പുഷ്പ് എന്ന് പറഞ്ഞിട്ട്. എന്തുണ്ടെങ്കിലും അൻകിത പുഷ്പിനോടാണ് ഷെയർ ചെയ്യുക. റിസോർട്ടിൻ്റെ ഓണർ പുൽകിത്, പിന്നെ മാനേജർ സൗരഭ് ആൻഡ് കോ വർക്കർ അൻകിത് ഗുപ്ത എന്ന് പറഞ്ഞിട്ട് ഈ 3 പേരാണ് ഈ കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. റിസോർട്ട്സ് ഓക്കെയാണ്, വർക്കൊക്കെ ഓക്കെയാണ്, റിസപ്ഷനിസ്റ്റാണ്, ജോലി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. വീട്ടിലേക്ക് ലോങ് ആണ്, 100 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് സംതിങ് ഉണ്ട് വീടും റിസോർട്ടും തമ്മിൽ. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ സ്റ്റേ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അത്രയും ലാഭം എന്നുള്ള രീതിയിൽ എല്ലാം നല്ല രീതിയിൽ. മാസം 10,000 ആണെങ്കിലും വീടും കുട്ടിയും എല്ലാം സന്തോഷം. പെട്ടെന്ന് ആകെപ്പാടെ ചേഞ്ചായി. ഈ പുഷ്പ എന്ന ആ കുട്ടിയുടെ ഫ്രണ്ടിനോടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക. അങ്ങനെയാണ് ചില ചാറ്റ്സൊക്കെ പുറത്തു വന്നത്. ആദ്യം ഒരു ദിവസം മെസ്സേജ് അയച്ചു, ഈ 3 പേരും ചേർന്നിട്ട് എന്നെ ഹറാസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ കാഷ്വലായിട്ട് നമുക്ക് വിട്ടു ആ ഒരു ഇതിലേക്ക്. പിന്നെ അവിടെ വന്ന ഗസ്റ്റ് അവളുടെ താല്പര്യമില്ലാതെ, അവളുടെ പെർമിഷൻ ഇല്ലാതെ ഹഗ് ചെയ്തു, ലൈക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു പറഞ്ഞിട്ട് പുഷ്പനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതേ സമയത്ത് പുഷ്പം ഓക്കെ എന്നുള്ള അവളെ ജസ്റ്റ് ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന രീതിയിൽ കൂടെ നിന്നായിരുന്നു. പിന്നീട് ഒരു ദിവസം ഒരു VIP ഗസ്റ്റ് വന്നു. ഇവിടെയാണ് ഈ കഥ മൊത്തം തലതിരിഞ്ഞു പോകുന്നത്. ഒരു VIP ഗസ്റ്റ് വന്നു. ആ VIP ഗസ്റ്റിൻ്റെ കൂടെ മീൻസ് സപ്പോർട്ട് ചെയ്യണം, ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണ്ടി വരും. കാരണം അങ്ങനെയുള്ള രീതിയിൽ മാനേജർ പറഞ്ഞപ്പോൾ അവളത് റെഫ്യൂസ് ചെയ്തു. പറ്റില്ല എന്ന് പറഞ്ഞു. നീ പോയി ഇതാകണമെന്നുണ്ടെങ്കിൽ നിനക്ക് എക്സ്ട്രാ 10K തരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പുവർ ഫാമിലിയാണ്, പക്ഷേ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ റെഫ്യൂസ് ചെയ്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം ഇതിൽ പോകുന്നതുകൊണ്ട് അവളുടെ ബാഗ് റിസോർട്ടിൽ വെച്ചു. പിന്നെ അവിടുന്ന് വിളിച്ച് റിസോർട്ടിലെ ഒരു പുള്ളിക്കാരൻ വേറൊരു സ്റ്റാഫ് ഫോൺ എടുത്തു. എൻ്റെ ബാഗ് ഉണ്ട്, അതൊന്ന് എടുത്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ താഴെ വരുമ്പോഴേക്കും ഈ കുട്ടീനെ അവിടെ കാണുന്നില്ല. ബാഗ് കൊണ്ടുവന്ന് തരാൻ വന്ന സ്റ്റാഫ് നോക്കുമ്പോൾ എനിക്കിത് അവിടെ നിൽക്കുന്നില്ല, അവിടെ ഇല്ല. അപ്പോൾ പിന്നീട് പിറ്റേ ദിവസം നോക്കുമ്പോൾ അൻകിത മരിച്ച വാർത്തയാണ് ലോകം മൊത്തം അറിയുന്നത്. അൻകിതയുടെ ഫ്രണ്ട് ഈ വിവരങ്ങൾ അവൾ ചാറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ അൻകിതയുടെ അച്ഛനോട് പറയുന്നു. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ, അടുത്തുള്ള 3 പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുന്നു. അവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അതിനുശേഷം റവന്യൂ പോലീസിനെ അറിയിക്കുന്നു. ഉത്തരാഖണ്ഡ് ഒരു റൂറൽ സ്പെഷ്യൽ ഏരിയ ആയതുകൊണ്ട് കൂടുതലും പവർ ഉള്ളത് റവന്യൂ പോലീസേഴ്സിനാണ്. ആദ്യം റവന്യൂ പോലീസേഴ്സിനെ ഈ വിവരം അറിയിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പോലീസ് അത് കേസ് എടുത്തില്ല, ഫയൽ ചെയ്തില്ല. ശേഷം രണ്ടാമത് വീണ്ടും ആൾ സ്ഥലം വിട്ടതിന് ശേഷം വേറൊരാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു ഓഫീസേഴ്സ് വന്നായിരുന്നു. ആ ഓഫീസേഴ്സിൻ്റെ അടുത്ത് വീണ്ടും കേസ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആളാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേ സമയത്ത് ഈ പുഷ്പ്, അതായത് അൻകിതയുടെ ഫ്രണ്ട്, ആ മാനേജറിനെ കോൾ ചെയ്തിട്ട് ഈ വിവരങ്ങളൊന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, എനിക്കറിയില്ല, അങ്ങനെ എനിക്ക് ബ്ല പറഞ്ഞിട്ട് അയാളെ രക്ഷപ്പെട്ടു. എന്നിട്ട് ഈ റവന്യൂ പോലീസ് അന്വേഷിച്ചു. അത് കുട്ടി മിസ്സായിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ വിവരങ്ങളൊക്കെ
അവർ അന്വേഷിക്കാൻ തന്നെ തുടങ്ങുന്നത്. പിന്നെ കേസ് ഇങ്ങനെ നീണ്ട് വന്നു. അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെ രൂപപ്പെടുത്തി. ആദ്യം പറഞ്ഞത് പ്രഷർ സഹിക്കാതെ ജോലി എക്സ്ട്രാ ഓവർ ആയതുകൊണ്ട് കുട്ടി സ്വമേധയ മരിച്ചതായിരിക്കും എന്നൊക്കെ. കാരണം ബോഡി കണ്ടുപിടിച്ചു, മിസ്സിംഗ് ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു 4 ദിവസത്തിന് ശേഷം ആ കുട്ടിയുടെ ബോഡി കണ്ടുപിടിച്ചു. അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് വന്നു, കണ്ടുപിടിച്ചു. അപ്പോഴാണ് മനസ്സിലായത്. ആ രാത്രി ആ കുട്ടി അവിടെ നിന്ന് വന്നതിന് ശേഷം ഈ 3 പേര്, മാനേജർ ആൻഡ് റിസോർട്ട് ഓണർ, ദ സ്റ്റാഫ്, 3 പേരും ഇവളെ ഫോൺ വിളിച്ച് നമുക്ക് സംസാരിക്കാം എന്ന് കൺവിൻസ് ചെയ്തിട്ട്, പുറത്ത് വന്നിട്ട് നമുക്ക് വേറെ എവിടെയും പോയി സംസാരിക്കാം എന്ന് കൺവിൻസ് ചെയ്തിട്ട് കുട്ടീനെ കൊണ്ടുപോയി. ബൈക്കിൽ പോയി. അത് അടുത്തുള്ള ഒരു CCTV ഫുട്ടേജിൽ ഇവർ 4 പേരും പോകുന്നത് കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ 3 പേര് മാത്രമേ റിട്ടേൺ വരുന്നത് കണ്ടുള്ളൂ. ദ തിങ് ഈസ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യം, ആ കുട്ടീനെ എടുത്തത് അടുത്തുള്ള ഒരു ചന കനാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിൽ നിന്നാണ് ബോഡി എടുത്തത്. ഇവർ രാത്രി പോയി സംസാരിച്ച് കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്തു. കുട്ടി കൺവിൻസ് ആയില്ല. എന്നിട്ട് ആ കനാലിലേക്ക് എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്ത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ചെയ്തപ്പോഴും പുഷ് ചെയ്തതിൻ്റെയും അങ്ങനത്തെ കുറേ പാടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒഫീഷ്യലി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടാണ് വന്നത്. സോ സ്റ്റിൽ അത് കൺഫ്യൂസ്ഡ് ആണ്. എങ്ങനെയാണ് അൻകിത അതിലേക്ക് ചാടി കൊന്നത്, എന്തിന്, എല്ലാം ക്വസ്റ്റ്യൻ മാർക്കാണ്. ദ പ്ലസ് ദ വൺ മെയിൻ തിങ് ഈസ്, ഒരു VIP-ൻ്റെ കൂടെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അൻകിതനെ എത്ര പ്രഷർ ചെയ്യിപ്പിച്ചത്. ആരാണ് ആ VIP എന്ന് ഇതുവരെയ്ക്കും കണ്ടുപിടിച്ചിട്ടില്ല. 2025 സെപ്റ്റംബറിലാണ് ഈ 3 പേരെയും കോടതി അന്വേഷിച്ചുള്ള സംഭവം കണ്ടുപിടിച്ചതിന് ശേഷം ശിക്ഷ വിധിച്ചത്. ജീവപര്യന്തമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടും ഈ VIP ആരാന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ അതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വിത്തിൻ ദ ഓവർ നൈറ്റ് ആ സംഭവം കഴിഞ്ഞ് വിത്തിൻ ഡേയിൽ തന്നെ റിസോർട്ടും പിന്നെ അൻകിത സ്റ്റേ ചെയ്ത റൂമും അവിടുത്തെ ഒരു ലോക്കൽ MLA ബുൾഡോസർ വെച്ച് നശിപ്പിച്ചു. അതിൻ്റെ എവിഡൻസ് ഒന്നും ഇല്ല. അൻകിതയുടെ പാരൻസ് ചോദിച്ചപ്പോൾ പോലും എവിഡൻസ് ഒക്കെ ഞങ്ങൾ കീപ്പ് ചെയ്തു, എന്നിട്ടാണ് നമ്മളത് ബുൾഡോസർ വെച്ച് ഇടിപ്പിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ദ അൻകിത സ്റ്റോറി ശരിക്കും ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വലിയ ഡ്രീമായിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. സാധാരണ പെൺകുട്ടികളുടെ ഒരു സ്റ്റോറിയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ VIP ആരാണ്, എന്തിനാണ് ഇത്രയും നിർബന്ധിച്ച് ഒരു VIP-ക്ക് സർവീസ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ കൊന്നതെന്നും, റെഫ്യൂസ് ചെയ്ത് പോകുന്നെങ്കിൽ പോട്ടെ, വേറെ നോക്കാന്നുള്ള ലെവലെടുക്കാതെ അവളെ തന്നെ ഫോക്കസ് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ട്രോമറ്റിക് ചെയ്തത്, കൊലപ്പെടുത്തി. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇവരുടെ കൂടെ പോയി എന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ്, ആ ഒരു ഇതിൽ മാത്രമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതും ഇവരാണ് കൊന്നത് എന്നുള്ള ഡീറ്റെയിൽസും. പക്ഷേ ഫുൾ സ്റ്റോറി ഇനിയും പുറത്ത് വന്നിട്ടില്ല എന്നാണ് ഇതിൻ്റെ സത്യം.